Mcom-ന്റെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾറെഡി നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്. അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തൊക്കെയാണ്, എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ ഡിഡക്ഷൻസ് എങ്ങനെയാണ്, ടോട്ടൽ ഇൻകം എങ്ങനെ കാണും, ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാണും, ടാക്സ് പേയബിൾ എങ്ങനെ കാണും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് AMT പ്രൊവിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടാക്സ് പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്. എന്താണ് ട്രസ്റ്റ്? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ it is so far it relates to realm of law is an arrangement. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണ്. നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഒബ്ലിഗേഷൻ ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി ക്രിയേറ്റഡ് ബൈ എ പാർട്ടി ത്രൂ വിച്ച് എ സെക്കൻഡ് പാർട്ടി ഹോൾഡ്സ് ദ റൈറ്റ് ടു മാനേജ് ട്രസ്റ്റേഴ്സ് അസറ്റ് ഓർ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് തേർഡ് പാർട്ടി. അതായത് മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രസ്റ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഇസ് എ ലീഗൽ എൻറ്റിറ്റി. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ട്രസ്റ്റ് ആക്ട് 1882, a trust is an obligation annexed to the ownership of property and arising out of a confidence reposed in and acceptance by the owner or declared and accepted by him for the benefit of another or of another and the owner. അതായത് ഓണറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ പറയുന്ന പേരാണ് എന്ത്? ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി. ട്രസ്റ്റിൽ മെയിൻലി ഒരു ട്രസ്റ്റർ ഉണ്ടാവും, ട്രസ്റ്റി ഉണ്ടാവും, അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി കൂടി വരാം. ദാറ്റ് മീൻസ് എ ബെനിഫിഷ്യറി. ബേസിക് കമ്പോണൻറ്റ് ഓഫ് ട്രസ്റ്റ്. എന്തൊക്കെയായിരിക്കും ട്രസ്റ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഒരു സെറ്റിലർ അല്ലെങ്കിൽ ഓഥർ ഉണ്ടാവും. ദ പേഴ്സൺ ഹു റീപോസസ് ഓർ ഡിക്ലെയേഴ്സ് ദ കോൺഫിഡൻസ് ഈസ് കോൾഡ് ഓഥർ ഓഫ് ട്രസ്റ്റ്. ആരാണോ കോൺഫിഡൻസ് ഡിക്ലെയർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഥർ അല്ലെങ്കിൽ സെറ്റിലർ ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ട്രസ്റ്റി. ട്രസ്റ്റി എന്താണ്? ദ പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദ കോൺഫിഡൻസ് ഈസ് കോൾഡ് ട്രസ്റ്റി. അതായത് ആരാണോ കോൺഫിഡൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറയുന്നത്, അയാളാണ് എന്ത് പറയുന്നത്? ട്രസ്റ്റി എന്ന് പറയുന്നത്. ദെൻ who is a beneficiary? ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടി ആണെന്നുള്ളത്. ദെൻ ട്രസ്റ്റ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം ട്രസ്റ്റ് ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ട്രസ്റ്റ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രസ്റ്റ്. ഇൻസ്ട്രുമെന്റ് ഇഫ് എനി ബൈ വിച്ച് ദ ട്രസ്റ്റ് ഈസ് ഡിക്ലെയർ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ട്രസ്റ്റിന് വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രസ്റ്റി മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് with strict honesty and due regard to protect and serve the interest of beneficiary. ബെനിഫിഷ്യറീസിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ, നല്ല വിശ്വാസ്യതയുടെ രീതിയിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതിനെയാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ട്രസ്റ്റ്. മെയിൻലി 3 തരത്തിലുള്ള ട്രസ്റ്റാണ് നമുക്കുള്ളത്. പ്രൈവറ്റ് ട്രസ്റ്റ്. പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ട്രസ്റ്റ് ഈസ് ഫോർ എ ക്ലോസ്ഡ് ഗ്രൂപ്പ്. അതായത് ചില പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടീസിന്, പ്രൈവറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ബെനിഫിഷ്യറീസിന് എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ പബ്ലിക് ട്രസ്റ്റ്. പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? NGOസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ലാർജായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. അതെയാണ് നമ്മൾ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. നോൺ പ്രോഫിറ്റ് NGOs, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് പബ്ലിക് കം പ്രൈവറ്റ് ട്രസ്റ്റ്. അതായത് കുറച്ച് പബ്ലിക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് പകുതി പാർട്ട്ലി വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് കം പബ്ലിക് ട്രസ്റ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിയേഷൻ ഓഫ് ട്രസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റിനെ ഫോം ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്? ജനറൽ റൂളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണ്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒരു കപ്പാസിറ്റി, ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ട്രസ്റ്റിനെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനെ ഫോം ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മേ ബി ക്രിയേറ്റഡ് ബൈ എവറി പേഴ്സൺ ഹു ഈസ് കോമ്പറ്റൻറ്റ് ടു കോൺട്രാക്റ്റിൽ കോമ്പറ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു മേജർ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ, HUF ആണെന്നുണ്ടെങ്കിൽ, AOP ആണെന്നുണ്ടെങ്കിൽ, കമ്പനി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ സാധിക്കും. Then a trust may be created by a trust
If a trust is to be created by, on or behalf of a minor, then the permission of principal civil court of original jurisdiction is declared. അതായത് മൈനറിൻ്റെ പേരിൽ അല്ലെങ്കിൽ മൈനർ കൂടി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സിവിൽ കോർട്ടിൻ്റെ പെർമിഷൻ കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. Then it also depends on the law in force that is prevailing at that particular point of time and the extent to which the author of the trust may intend to dispose his property. അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഓഥറിൻ്റെ ട്രസ്റ്റ് വേണം. അതായത് ആരാണോ നമുക്ക് കോൺഫിഡൻസ് തരുന്ന ആള് അദ്ദേഹത്തിന് ട്രസ്റ്റ് നമുക്ക് ആവശ്യമാണ്, അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ആവശ്യമാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഫിനാൻഷ്യലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തതായിട്ട് വരും. Thus, generally speaking, any person competent to contract and competent to deal with the property can form a trust. അതായത് കോൺട്രാക്റ്റിൽ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ സാധിക്കും. ഓരോ ഇൻഡിവിജ്വൽസിനും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനും ആർട്ടിഫിഷ്യൽ പേഴ്സണും അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ലിമിറ്റഡ് കമ്പനി ആയിക്കോട്ടെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ കർത്തയുടെ അനുവാദത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് ഫോം ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു പബ്ലിക് ട്രസ്റ്റ്. അതായത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് സാധാരണയുള്ള പബ്ലിക് ട്രസ്റ്റിൻ്റെ ഇൻഫർമേഷൻസിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. വിച്ച് ക്യാൻ ബി ഫോംഡ് ബൈ പേഴ്സൺ അണ്ടർ ജനറൽ ലോ. അതായത് ഹിന്ദു ലോൺ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു എൻഡോൺമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രസ്റ്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മുസ്ലിം ലോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക് വഖഫ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. പബ്ലിക് ട്രസ്റ്റ് ആസ് എസെൻഷ്യൽ ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് നെയിം. സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചാരിറ്റബിൾ നെയിംസിലോ അല്ലെങ്കിൽ റിലീജിയസ് നെയിംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ ക്രിയേഷൻ ഓഫ് എ പ്രൈവറ്റ് ട്രസ്റ്റ്. നമ്മളൊരു പ്രൈവറ്റ് ട്രസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രൈവറ്റ് ട്രസ്റ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ വിൽ. നമുക്ക് ഒരു അനുവാദമുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം പ്രൈവറ്റ് ട്രസ്റ്റ് ഫോം ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. It can be created by will. It shall be subject to provisions. നമുക്ക് സമ്മതമുണ്ടെങ്കിൽ സമ്മതപത്രത്തോടു കൂടി നമുക്കൊരു എന്താ പറയുക ഒരു കോൺട്രാക്റ്റോട് കൂടി വിൽപത്രത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ പറ്റും. ഫോളോയിങ് ആർ ദ റിക്വസിറ്റ് ഫോർ ക്രിയേഷൻ ഓഫ് എ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ? എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഓഥർ. ഒരു കോൺഫിഡൻസ് തരാനുള്ള ഒരു ഓഥർ വേണം, ഒരു ആൾ വേണം നമുക്ക് അല്ലേ. ദർ മസ്റ്റ് ബി എ ഡൈവസ്റ്റിംഗ് ഓഫ് ഓണർഷിപ്പ് ബൈ ദ ഓഥർ ഓഫ് ദ ട്രസ്റ്റ് ഇൻ ഫേവർ ഓഫ് ട്രസ്റ്റി. അതായത് ട്രസ്റ്റിക്ക് നമ്മുടെ കയ്യിലുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി കൊടുക്കാനുള്ള അയാൾക്ക് അതിനുള്ള ഒരു കഴിവ് കൂടി വേണം, അല്ലെങ്കിൽ അദ്ദേഹം ട്രസ്റ്റി ആയിട്ട് കുറച്ചും കൂടി ഫേവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ദെൻ മൂന്നാമത്തത് ട്രസ്റ്റ് പ്രോപ്പർട്ടി. അതായത് ട്രസ്റ്റ് പ്രോപ്പർട്ടി എന്തായാലും ആവശ്യമാണ്. ഒബ്ജക്റ്റ് ഓഫ് ദ ട്രസ്റ്റ് മസ്റ്റ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർലി സ്പെസിഫൈഡ്. എന്തിനാണ് നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്യണത് എന്നുള്ള ഒബ്ജക്റ്റീവ്സും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബെനിഫിഷ്യറിയുടെയും പ്രോപ്പർട്ടിയുടെയും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർലി സ്പെസിഫൈ ചെയ്തിരിക്കണം. ബെനിഫിഷ്യറി ഹു മേ ബി പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പേഴ്സൺസ്. ആരാണോ നമുക്ക് മിഡിൽമൻ ആയിട്ട് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹവും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ്. എങ്ങനെയാണ് പബ്ലിക് ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്? ലൈക്ക് പ്രൈവറ്റ് ട്രസ്റ്റ് പബ്ലിക് ട്രസ്റ്റും വിൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. ദർ ആർ 3 സർട്ടനിറ്റീസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻലി 3 റിക്വസിറ്റ്സ് ആണ്, 3 ആവശ്യകതകളാണ് വേണ്ടത്. അതിൽ ഒന്നാണ് എ ഡിക്ലറേഷൻ ഓഫ് ട്രസ്റ്റ് വിച്ച് ഈസ് ബൈൻഡിങ് ഓൺ സെറ്റിലർ. അതായത് ഒരു ഡിക്ലറേഷൻ ആവശ്യമാണ്. ആരാണോ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ സമ്മതപത്രം ആവശ്യമാണ്. ദെൻ അദ്ദേഹം ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കണം ഡിക്ലറേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. സെറ്റിംഗ് എ പാർട്ട് ഡെഫിനിറ്റ് പ്രോപ്പർട്ടി ആൻഡ് സെറ്റിലർ ഡിപ്രൈവിംഗ് ഹിംസെൽഫ് ഓഫ് ദ ഓണർഷിപ്പ് ദെയർ ഓഫ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം അത് എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഏത് തരത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തിട്ടപ്പെടുത്തി വെച്ചിരിക്കണം. അതായത് ഓരോ ട്രാൻസ്ഫറിയുടെയും നമ്മൾ എന്ത് ചെയ്യണം അവരുടെ സമ്മതപത്രങ്ങൾ വാങ്ങിച്ചിരിക്കണം. ദെൻ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ട്രസ്റ്റ്. ഇതിൽ മെയിൻലി നമ്മൾ പ്രൊസീജിയേഴ്സ് പറയുന്നത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1882 പ്രകാരമാണ്. ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചിരിക്കണം?
ട്രസ്റ്റിൻ്റെ പേര് കണ്ടുപിടിച്ചിരിക്കണം, ട്രസ്റ്റ് എവിടെയാണ് അവരുടെ രജിസ്ട്രേഷൻ അഡ്രസ്സ് കണ്ടുപിടിച്ചിരിക്കണം, ഒബ്ജക്റ്റീവ്സ് കണ്ടുപിടിച്ചിരിക്കണം, ഒരു സെറ്റിലർ ഓഫ് ട്രസ്റ്റിനെ കണ്ടുപിടിച്ചിരിക്കണം, 2 ട്രസ്റ്റീസ് മിനിമം 2 ട്രസ്റ്റീസിനെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം, പ്രോപ്പർട്ടി ഓഫ് ദ ട്രസ്റ്റ് ഈ മൂവബിൾ ആവാം അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആവാം. പ്രോപ്പർട്ടി ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് ക്യാഷിലോ ചെക്കിലോ നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ പേ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കണം. ദെൻ ട്രസ്റ്റ് ഡീഡ് വേണം. ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പയർ എ ട്രസ്റ്റ് ഡീഡ് ഓൺ സ്റ്റാമ്പ് പേപ്പർ ഓഫ് ദ റിക്വിസിറ്റ് വാല്യൂ. സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്തതിന് ശേഷം, അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ആ പേ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രസ്റ്റ് ഡീഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ദെൻ രജിസ്ട്രേഷൻ. ഈ ട്രസ്റ്റ് ഡീഡ് നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ രജിസ്ട്രാറിൻ്റെ അടുത്ത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത് സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ വാല്യൂസ് ഒക്കെ എഴുതി വെച്ച് ട്രസ്റ്റീസ് ആരാന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് ഫോട്ടോയും സെറ്റിലറിൻ്റെ പ്രൂഫും വേണം. പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റീസിൻ്റെ പേരും ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും വേണം. ദെൻ വിറ്റ്നസ് ആരാണോ സാക്ഷികൾ അവരുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ നമുക്ക് ആവശ്യമാണ്. സിഗ്നേച്ചേഴ്സും എല്ലാവരുടെ സിഗ്നേച്ചറും അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. ദെൻ ലോക്കൽ രജിസ്ട്രാറിനടുത്ത് അതുകൊണ്ട് ഫയൽ ചെയ്യണം. ലോക്കൽ രജിസ്ട്രാറിനടുത്ത് ഫയൽ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി വെച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും ഫോട്ടോ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഓരോന്നിൻ്റെയും ഫോട്ടോ കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ട്രസ്റ്റിക്കും അതുപോലെ തന്നെ സെറ്റിലേഴ്സിനും ഒക്കെ നമ്മൾ ഓരോ കോപ്പീസായിട്ട് കൊടുത്തിരിക്കണം. വിറ്റ്നേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒറിജിനൽ ആയിട്ടുള്ള പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് വെച്ചിരിക്കണം. സെറ്റിലർ ആയിരിക്കണം അത് എടുത്തു വെക്കേണ്ടത്. ദെൻ രജിസ്ട്രാർസ് ഓരോ ഫോട്ടോ കോപ്പിയും നമ്മൾ എന്ത് ചെയ്യണം, ഈ രജിസ്ട്രാറിൻ്റെ അടുത്തും കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ദെൻ ടാക്സേഷൻ ഓഫ് ട്രസ്റ്റ്. എങ്ങനെയാണ് ട്രസ്റ്റ് ടാക്സ് ചെയ്യുക? ടാക്സ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഫോം ചെയ്യുന്ന ടാക്സേഷൻ ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് സയൻസിനും ലിറ്ററേച്ചറിനും എഡ്യൂക്കേഷൻ സ്പോർട്സ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രസ്റ്റിൻ്റെ ടാക്സേഷൻ ചെയ്യണം. ടാക്സേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ഏതൊക്കെ സെക്ഷൻസ് ആണ് നോക്കേണ്ടത്? സെക്ഷൻ 11, സെക്ഷൻ 12, സെക്ഷൻ 12A, സെക്ഷൻ 12AA ആൻഡ് 13. അതുപോലെ തന്നെ നമ്മൾ സർട്ടൺ ക്ലോസസ് ഓഫ് സെക്ഷൻ 10 കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രസ്റ്റ് ടാക്സ് ചെയ്യാനായിട്ട്. ഇനി രജിസ്ട്രേഷൻ വിത്ത് കമ്മീഷണർ, അതായത് ഇൻകം ടാക്സിൻ്റെ കമ്മീഷണർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫോം 10A പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 12A. ഇനി അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയാനുണ്ട്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫയലിംഗ് ആൻഡ് അപ്ലിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് 10A. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രിസ്ക്രൈബ്ഡ് മാനറിലും അതുപോലെ തന്നെ ഓഡിറ്റും നമ്മൾ നടത്തിയിരിക്കണം. ട്രസ്റ്റിൻ്റെ ഓഡിറ്റും നമുക്ക് നടത്തിയിരിക്കണം. ദെൻ രജിസ്ട്രേഷൻ പ്രൊസീജിയർ. എന്തൊക്കെയായിരിക്കും രജിസ്ട്രേഷൻ പ്രൊസീജിയർ? അണ്ടർ സെക്ഷൻ 12AA പ്രകാരം കമ്മീഷണർ എന്ത് ചെയ്യുന്നു, ഈ ഡോക്യുമെൻസും ഇൻഫോർമേഷൻസും ചോദിക്കുകയാണ് ആദ്യം ചെയ്യുന്ന കാര്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മീഷണർ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഇതൊക്കെ കോൾ ചെയ്യുന്ന രീതിയാണ്. ദെൻ അതിനെ മൊത്തം എൻക്വയറി ചെയ്യും. ദെൻ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കും. ഇപ്പോൾ സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ റിഫ്യൂസൽ ഓർഡറും കൃത്യമായിട്ട് അവർക്ക് രജിസ്ട്രേഷൻ്റെ ആ റിഫ്യൂസൽ ഓർഡർ കൃത്യമായിട്ട് സെറ്റിലർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ ടൈം ലിമിറ്റ് 6 മാസത്തിനുള്ളിൽ നമുക്ക് ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. കമ്മീഷണർ ചില സമയത്ത് എന്ത് ചെയ്യും, 12A പ്രകാരം അല്ലെങ്കിൽ 12AA പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അതായത് രജിസ്ട്രേഷൻ അസാധുവാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ടാവും. ഫിനാൻസ് ആക്ട് പ്രകാരം 2020 പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ട്രസ്റ്റിന് ഒരു യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ദാറ്റ് മീൻസ് URN നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ആ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സേഷൻ നടത്തുന്നു. ഇൻകം ഓഫ് എ ട്രസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻകം. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ട്രസ്റ്റിന് ഇൻകം കിട്ടുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടുന്നുണ്ട്. ദെൻ ഡൊണേഷൻസ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കീഴിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടും. ആ ഗെയിനും നമ്മുടെ ഇൻകമായിട്ട് കണക്കാക്കാം. ട്രസ്റ്റ് വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് പ്രകാരം എന്ത് ചെയ്യുന്നു, ബിസിനസ് ക്യാരി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എമൗണ്ടും ഇൻകവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഓഫ് എ ട്രസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ ചാരിറ്റബിൾ പേർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചാരിറ്റബിൾ പേർപ്പസിനെ കുറിച്ചാണ്. അണ്ടർ ഇൻകം ടാക്സ് ലോ ഇറ്റ്
standard with relief of poor. Then education, medical relief. Charitable institution മെയിൻലി നമ്മൾ ഫോം ചെയ്യുന്നത് പുവർ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്. ദെൻ മെഡിക്കൽ റിലീഫ് കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ട്. ദെൻ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, നമ്മൾ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട്, നമ്മൾ സംരക്ഷിക്കാനായിട്ട്. അതിന് ഫോറസ്റ്റ് ആയിരിക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. ദെൻ പ്രിസർവേഷൻ ഓഫ് മോണ്യുമെൻറ്റ്സ്, പ്ലേസസ്, ഓബ്ജക്ട്സ്, ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം. ഹിസ്റ്റോറിക്കലി നമ്മൾ എന്തെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഫോം ചെയ്യാൻ പറ്റും. അഡ്വാൻസ്മെൻറ്റ് ഓഫ്, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു പാർക്സ്, അങ്ങനെയുള്ള പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് മോണ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മാളികകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം അഡ്വാൻസ്മെൻറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് ഓഫ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി. ഈ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റിയിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോളോയിങ് ആക്ടിവിറ്റീസ് ആണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് എനി ആക്ടിവിറ്റി ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ ബിസിനസ്, അതായത് ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി, ട്രേഡിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി നടത്തുന്നുണ്ടെങ്കിൽ അത് എന്തിൽ പെടില്ല, നമ്മളുടെ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി ആയിട്ട് പെടില്ല, ചാരിറ്റബിൾ ആയിട്ട് പെടില്ല. ദെൻ എനി ആക്ടിവിറ്റി റെൻഡറിങ് എനി സർവീസ് ഇൻ റിലേഷൻ ടു ട്രേഡ്, കോമേഴ്സ്, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ട്രേഡോ കോമേഴ്സോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, സച്ച് ആക്ടിവിറ്റി ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൽ പെടില്ല. അതല്ലാതെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഇതിനെ ജനറൽ യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. ദെൻ അഗ്രഗേറ്റ് റെസീപ്റ്റ്, എല്ലാം കൂടിയിട്ടുള്ള റെസീപ്റ്റ് ടോട്ടൽ റെസീപ്റ്റിൽ നിന്നും 20% കൂടാൻ പാടില്ല. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ട്രസ്റ്റിൽ നിന്നോ കിട്ടുന്ന എമൗണ്ടിൻ്റെ 20% കൂടുതൽ ബിസിനസ്സായിട്ട് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കതിനെ ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. ദെൻ റിലീജിയസ് പർപ്പസ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിലീജിയസ് പർപ്പസിനും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രസ്റ്റ് ഫോം ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം, എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം, ഗ്രോസ് ഇൻകം ഓഫ് ട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്? സെക്ഷൻ 11 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിഫോർ അപ്ലിക്കേഷൻ ഓർ എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് ഇൻകം ഓഫ് ട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് ഇൻകം യൂട്ടിലൈസ്ഡ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻകംസും നമ്മൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ട്രസ്റ്റിന് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഈ ഇൻകത്തിൽ കൂട്ടുന്നുണ്ട്. വാല്യൂ ഓഫ് മെഡിക്കൽ ഓർ എഡ്യൂക്കേഷണൽ സർവീസ്, ഏതൊക്കെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സർവീസിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഉള്ളത്, ആ എമൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ കൂട്ടുന്നുണ്ട്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്, ഏതൊക്കെ മെത്തേഡ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻകം ഫ്രം പ്രോപ്പർട്ടി, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇൻകം മീൻസ് റിയൽ ഇൻകം കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് ഇൻകം ടാക്സ് പ്രകാരം അല്ലാത്ത അക്കൗണ്ടിങ് പ്രകാരമുള്ള എല്ലാ റൂൾസും അംഗീകരിച്ചുകൊണ്ടുള്ള എല്ലാ ഇൻകംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. TDS നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻകം ഷാൽ ബി കമ്പ്യൂട്ടഡ് വിത്തൗട്ട് അലൗവിങ് ഡിപ്രീസിയേഷൻ അലൗ ചെയ്യാത്ത ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് നമുക്ക് ടാക്സബിൾ അല്ല. ദെൻ ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം ആയിട്ട് കണക്കാക്കുന്നില്ല. ടാക്സ് ഫ്രീ ഇൻകം, അതായത് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്യുമുലേഷൻ ഓഫ് ഇൻകത്തിൽ നമ്മൾ കൂട്ടുന്നില്ല. ഇഫ് ഇറ്റ് ഇൻ എക്സസ് ഓഫ് 15% ഓഫ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകത്തിൻ്റെ 15% കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഫോർ ചാരിറ്റബിൾ പർപ്പസ്, അതായത് ഓരോ ഇൻകവും നമുക്ക് റിലീജിയസോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഫോർ ചാരിറ്റബിൾ പർപ്പസ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത് അപ്ലിക്കേഷനാണ്, ചാരിറ്റബിൾ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി നമ്മൾ തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് ആയിരിക്കും. എഡ്യൂക്കേഷൻ ലോൺ, അതായത് ഇൻട്രസ്റ്റ് ബെയറിംഗ് എഡ്യൂക്കേഷൻ ലോൺസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്. റീപേയ്മെൻറ്റ് ഓഫ് സച്ച് ലോൺസ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ട്രസ്റ്റ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ട്രസ്റ്റിൽ കിട്ടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റീവ്സ് പ്രകാരമാണ് നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്
അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട്. ഡൊണേഷൻ എന്ന് പറയുന്നതും ട്രസ്റ്റിൽ കിട്ടുന്നതാണ്. എക്സ്പെൻസ് ഓഫ് ഏർലിയർ ഇയേഴ്സ്, അതായത് ഇപ്പോൾ ഉള്ള സബ്സിക്വൻറ്റ് ഇയേഴ്സിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ അടുത്ത വർഷത്തെ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്ത് ഇടാൻ പറ്റും. ഡിഫെൻഡിങ് ക്രിമിനൽ ചാർജസ്, then repayment of loan taking for constructing building, excess application of last year, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. Then സെക്ഷൻ 10, 21 and 23C നെ കുറിച്ചാണ് പറയുന്നത്. ട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോംഡ് ഫോർ പ്രൊമോഷൻ ഓഫ് സയന്റിഫിക് റിസർച്ച്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രസ്റ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എക്സംഷൻസ്, ഏതൊക്കെ രീതിയിലാണ് എക്സംഷൻസ് വരുന്നത്, ക്യാൻ ബി ക്ലെയിംഡ് ഇൻ അഡീഷൻ ടു എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 11. സെക്ഷൻ 11 വേറെ എക്സെപ്ഷൻസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് എക്സംഷൻ ആണ് എനി ഇൻകം ഓഫ് എ റിസർച്ച് അസോസിയേഷൻ, അതായത് 35(1) പ്രകാരം അല്ലെങ്കിൽ 3 പ്രകാരം, 35(1)(2) പ്രകാരം അല്ലെങ്കിൽ 3 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനി ഇൻകം ഓഫ് റിസർച്ച് അസോസിയേഷൻ ഈസ് അപ്ലൈഡ് ഫോർ സോൾലി ടു ദ പർപ്പസ് ഓഫ് undertaking the research in social science is exempt. സോഷ്യൽ സയൻസിലായിക്കോട്ടെ അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, നമുക്ക് അതിനെ ആ എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംപ്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആകരുത്, അതല്ലാതെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഇൻകം ആയിക്കോട്ടെ, എങ്ങനെ നമ്മൾ ഏൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് മൊത്തത്തിൽ എക്സംപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ആവരുത്. അതുപോലെ തന്നെ അവരുടെ റെസിപ്റ്റ് എന്ന് പറയുന്നത് 1 കോടിയിലും കൂടാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സംപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് പ്രോഫിറ്റിന് വേണ്ടി ആകരുത്. കൃത്യമായിട്ട് നമ്മൾ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. കമ്മീഷണർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം അണ്ടർ ഫോം 56D പ്രകാരം. Then investment of a trust fund shall not done in one or modes specified under the section 11(5). 11(5) പറഞ്ഞ രീതിയിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ട്രസ്റ്റ് വന്നിട്ടുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവേണ്ടത്. സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം ട്രസ്റ്റിന് വേണ്ടിയിട്ട്. ട്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്, അതായത് ട്രസ്റ്റ് മെയിൻലി നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ ട്രസ്റ്റും for not more than 5 years for application of wholly and exclusively to its objectsന് വേണ്ടി മാത്രമായിരിക്കണം അവർ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അതല്ലാതെ വേറൊരു രീതിയിലും അവർ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ട്രസ്റ്റിനെ മാറ്റാൻ പാടില്ല. Then in case total income before claiming exemption exceed 2,50,000, the accounts are to be audited by chartered accountants. അതായത് അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിന് മുൻപ്, എക്സംഷൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് 2,50,000 രൂപ ടോട്ടൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നമ്മുടെ ട്രസ്റ്റ് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. ട്രസ്റ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്രൂവ്ഡ് അണ്ടർ ദിസ് ക്ലോസ് നമ്മളുടെ 10, 21 23C പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അണ്ടർ സെക്ഷൻ 10 ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻകം ഓഫ് എനി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ റെസീപ്റ്റ് എക്സംപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസിലാണെന്നുണ്ടെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ, എക്സംഷൻ നടത്താൻ നമുക്ക് സാധിക്കും. അതിൽ ഏതൊക്കെയാണ് കണ്ടീഷൻസ് പറയുന്നുള്ളത്, കമ്മീഷണറുടെ അടുത്ത് അപ്രൂവൽ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒബ്ജക്ട്സീസ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒബ്ജെക്ഷൻസ് will not apply to any income in the nature of profit or gains. പ്രോഫിറ്റിനും ഗെയിൻസിനും വേണ്ടി ആകരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ എക്സംഷൻസ് വരുത്തേണ്ടത്. അത് കൂടുതലും നമുക്ക് എന്ത് ചെയ്യണം, ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ any fund or institution established for charitable purpose or trust can be exempt. Then long-term capital gain. Long-term capital gain to be available to the sponsor of business trust is exempted under section 1038. long-term capital gain under section 1038 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, exempt ചെയ്യാൻ പറ്റും. income entitled for exemptions as per section 11 and 12. ഏതൊക്കെയാണ് 11 12 സെക്ഷൻ 11 12 വരുന്ന എക്സംഷൻസ്? ജനറൽ എക്സംഷൻസ് ഉണ്ട്, അതായത് 15% ഓഫ് ഇൻകം
After spending 15% of income from the property held for charitable purpose is exempt. It can be accumulated for future without any time limit. നമുക്ക് 15% of income, അതായത് not 15% of the balance after charitable purpose കഴിഞ്ഞതിന് ശേഷമല്ല, അതല്ലാതെ 15% ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻകം ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സംപ്റ്റ് ചെയ്യാൻ സാധിക്കും. 11(1) പറയുന്നത് assessee is allowed to accumulate indefinitely up to 15% of income. അലൗ ചെയ്യുന്നത് 15% ഓഫ് ഇൻകം ആണ്. അതായത് ഒരു വർഷം നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിൽ അപ്ലിക്കേഷൻ ഫോർ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിലാണെന്നുണ്ടെങ്കിൽ 15% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലവബിൾ ചെയ്യാൻ, ഡിഡക്ഷൻ അലവബിൾ ചെയ്യാൻ പറ്റും. ഇഫ് ദ അസസി വാണ്ട്സ് ടു അക്യൂമുലേറ്റ് ഓർ സെറ്റ് പാർട്ട് ദ ഇൻകം ഇൻ അഡീഷൻ ടു 15%, ഹി കനോട്ട് ഡു അൺലെസ് സർട്ടൻ കണ്ടീഷൻസ്. അതായത് ഇതിന് എതിരെയായിട്ട് നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അണ്ടർ സെക്ഷൻ 11(2) പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എക്സംഷൻസ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. 85% ഓഫ് ഇൻകം എക്സംപ്റ്റഡ് ആണ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ 85% ഓഫ് ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ദെൻ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മാക്സിമം 5 ഇയേഴ്സിലായിരിക്കണം ഇൻകം അപ്രൂവ് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവേണ്ടത്, അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബെനഫിഷ്യറീസ്, ബെനിഫിറ്റ് ഓഫ് അക്യൂമുലേഷൻ ഈസ് നോട്ട് അവൈലബിൾ, നോട്ട് ഫേർണിഷ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. അതായത് ഫയലിംഗ് ഓഫ് റിട്ടേണിന് തൊട്ട് മുമ്പ് ആവരുത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം. നോട്ട് ഫേർണിഷ്ഡ്, not available. Benefit of accumulation is not available if the return is not furnished before the due date of filing of return. Return filing തൊട്ട് മുമ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സംഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇൻകം ഇൻ ഫോം ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. എന്തൊക്കെയാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്? ഇൻകം ഇൻ ദ വോളണ്ടറി ഫോം ഓഫ് കോൺട്രിബ്യൂഷൻ, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ. റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ് ക്രിയേറ്റഡ് ഹോളി ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അതായത് ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ദ ഹോളി ഫോർ സച്ച് പർപ്പസ് ഷാൽ ഓൾസോ ബി എക്സംപ്റ്റ് ഫ്രം ടാക്സ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. സർട്ടൻ കണ്ടീഷൻസ് പ്രകാരം വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് എന്താണ്, നമുക്ക് എക്സംപ്റ്റഡ് ആണ്. എനി വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ ഇലക്ട്രൽ ട്രസ്റ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം. ഏതെങ്കിലും വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇലക്ട്രൽ ട്രസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോട്ടൽ ഇൻകത്തിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. എക്സംഷൻസ് ഓഫ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ്. അതായത് റിലീജിയസ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിന് എന്തൊക്കെ എക്സംഷൻസ് ആണ് വരുന്നത്? ഇൻകം അണ്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 11, സെക്ഷൻ 12, സെക്ഷൻ 13 ഓഫ് ദ ആക്ട്. എക്സംഷൻ ഈസ് ലിമിറ്റ് ഓൺലി ടു ദ ഇൻകം ദാറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അതായത് അവർക്ക് ബിസിനസ് പർപ്പസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ അത് ഇന്ത്യയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ദെൻ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ബിഫോർ 1/4/1952. 1952 ഏപ്രിലിന് മുമ്പായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. then trust created on or after 1952 ആണെന്നുണ്ടെങ്കിൽ which tend to promote international welfare. നമ്മുടെ മൊത്തം ഇന്റർനാഷണൽ വെൽഫെയറിലാണ് അത് മെയിൻലി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഇന്റർനാഷണൽ വെൽഫെയർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രസ്റ്റ് 1952 മുമ്പാണെന്നുണ്ടെങ്കിൽ ഇൻ പാർട്ട് ഓൺലി ഫോർ ചാരിറ്റബിൾ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. Then trust established on or after 1962. 1962 കഴിഞ്ഞിട്ടാണ്, ഓൺ ഓർ ആഫ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോയിങ് അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദാറ്റ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. അത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ്. അതായത് ഒരു കമ്മ്യൂണിറ്റിനോ ഒരു കാസ്റ്റിന് വേണ്ടി മാത്രമാകരുത് എന്ത്, ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇൻകം ഷുഡ് നോട്ട് ബി ഹെൽഡ് ഫോർ ബെനിഫിറ്റ് ഓഫ് സെറ്റിലർ. സെറ്റിലറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കരുത് എന്ത്, നമ്മൾ ഈ കാര്യങ്ങൾ, ഈ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ദെൻ പ്രോപ്പർട്ടി ഷുഡ് ബി ഫുള്ളി കെപ്റ്റ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കണം എന്ത്, നമ്മുടെ ഈ പർപ്പസ്, നമ്മുടെ ഈ ഇൻകം. Then charitable trust created for the benefit of scheduled caste
ഓർ ട്രൈബ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓർ വുമൺ ആൻഡ് ചിൽഡ്രൻ, വുമണും ചിൽഡ്രനും അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പബ്ലിക് അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ കമ്മീഷണറുടെ അടുത്ത് കൃത്യമായിട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്സിലോ സേവിംഗ് സർട്ടിഫിക്കറ്റ്സിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ബാങ്ക്സിലുള്ള അക്കൗണ്ട്സിലോ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ UTIയിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിബെഞ്ചറിലോ പബ്ലിക് സെക്ടർ കമ്പനീസിലോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലോ അതല്ലെങ്കിൽ IDBI ബാങ്കിലോ നമുക്ക് കിട്ടിയ ഇൻകം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, അതായത് വിത്ത് ഇഫക്റ്റ് ഫ്രം 2016-17 അസസ്മെൻറ്റ് ഇയർ 16-17 ഇൻകം ഫ്രം വേ ഓഫ് റെൻറ്റിംഗ് ഓർ ലീസിംഗ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് റിയൽ എസ്റ്റേറ്റ് റെൻറ്റിന് കൊടുക്കുക, ലീസിന് കൊടുക്കുക അല്ലെങ്കിൽ ലെറ്റ് ഔട്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺഡ് ഡയറക്ട്ലി ബൈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ടു ബി എക്സംപ്റ്റ്. അതായത് ശരിക്കും ട്രസ്റ്റിൻ്റെ കീഴിലാണ് നമുക്ക് ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ട്രസ്റ്റിൻ്റെ കീഴിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 10 എക്സംഷൻസ്, ഇതെന്താണ് സെക്ഷൻ 10 എക്സംഷൻ എന്ന് പറയുന്നത്? ട്രസ്റ്റ് ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 11 കനോട്ട് ക്ലെയിം എക്സംഷൻ അണ്ടർ സെക്ഷൻ 10. 11 പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് അതിൽ ഒരു എക്സംഷൻ പറയുന്നുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം എക്സെപ്റ്റ് അണ്ടർ 1023 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് സെക്ഷൻ 11(1)(a) പറയുന്നത്, ഇഫ് ദ ക്യാപിറ്റൽ ഗെയിൻ ഈസ് യൂസ്ഡ് ഫോർ അക്വയറിംഗ് അനദർ ക്യാപിറ്റൽ അസറ്റ്, വേറൊരു ക്യാപിറ്റൽ അസറ്റ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സ്പെൻഡിങ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് എ പബ്ലിക് സെക്ടർ കമ്പനി ഓർ ഷെഡ്യൂൾഡ് ബാങ്ക് എമൗണ്ട് ടു അക്വിസിഷൻ ഓഫ് ന്യൂ അസറ്റ്. അതായത് നമ്മൾ അക്വയർ ചെയ്യാനായിട്ടുള്ള അസറ്റ് അക്വയർ ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ? പബ്ലിക് സെക്ടർ കമ്പനീസിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സിലോ. ഇത്രയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഡക്ഷൻസ് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് എന്നാൽ ഒരാൾക്ക് വേണ്ടി, ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടി മറ്റൊരാൾ അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പോലെയുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റി, ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഓഥർ എന്നുള്ള ആൾക്കാർ, സെറ്റിലർ എന്നുള്ള ആൾക്കാർ നമ്മുടെ ട്രസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രൈവറ്റ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ് നമ്മളുടെ ടൈപ്സ് ഓഫ് ട്രസ്റ്റുകളാണ്. ദെൻ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ HUFന് കർത്തയുടെ ഒരു അനുവാദത്തോടു കൂടി കമ്പനിക്ക് AOPക്കൊക്കെ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ പറ്റും. അതിലെന്ത് വേണം? കൃത്യമായിട്ടുള്ളൊരു ചാരിറ്റബിൾ പർപ്പസ് അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസ് അതിന് വേണം. പബ്ലിക് ട്രസ്റ്റും ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡിക്ലറേഷൻസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ വേണം. കമ്മീഷണർ എന്നുള്ള ആൾ എന്ത് ചെയ്യണം? ഇതിനെ എല്ലാത്തിനും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ട്രസ്റ്റ് ഡീഡ് അവർ മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാവരുടെയും ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ലോക്കൽ രജിസ്ട്രാറിൻ്റെ അടുത്ത് അത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടാക്സേഷനിൽ കുറേ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12A പ്രകാരം, ദെൻ 11, 10 സെക്ഷൻ അണ്ടർ സെക്ഷൻ 10 പ്രകാരവും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലെ ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രോബ്ലമാണ് പഠിക്കാനുള്ളത്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.